അധ്യാത്മരാമായണ പാരായണം 9-ാം ദിവസം. ചിത്രകൂട്ടപ്രവേശം. സീതയാസാർത്ഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂട്ടാചല ഗംഗയോരന്തരാ ചിത്രമായോരുടചം തീർത്തുമാമുനി തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചിവിടെ ഇരിക്കെന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാക്കിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാക്കിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുചാച്ചൻ അയോധ്യ പുക്കീടിനാൻ വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന് ധീരതയോട് നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ, ശാസ്ത്രമതേ ജയ, ശൗര്യാംബുധേ ജയ, കീർത്തിനിധേ ജയ, സ്വാമിൻ ജയ ജയ, മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ. സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ? നിർലജ്ജനായ അതിപാപിയാമെന്നോട് ചൊല്ലുവാനെന്തൊന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനെ ബാലേ മിഥിലജേ, ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമൻ അരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയൻ തവാജ്ഞയാ ശൃംഗിവേരാഖ്യപുര സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതിഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാൾ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം. തോണിക്കരേറി ഗുഹനോട് കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരച്ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനി പാപി എന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം? ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. പ്രാണപ്രയാണമടുത്ത തപോധനൻ പ്രാണവിയോഗെ ശപിച്ചതു കാരണം. ദുഃഖം ഉൾക്കൊണ്ടു മരിക്കാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. കേൾക്ക നീ ശാപപ്രകാരം മനോഹരെ, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാവിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരം ഒരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ട് നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ള മൻപോട് മുക്കും വിധൗ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിൽ അംഭോഗതമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചിടിനേൻ. ആഹാഹതോസ്മ്യഹം. ആഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീല. കേനവാഹന്തഹദോഹം വിധേ വൃഥ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ട് തണ്ണീർക്കു ദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോട് ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്ക വേണമേ.
ഞാനറിയാതെ മൃഗയാവിവശനായ ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേനതിപാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണിയിടും എന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ, ധർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ, മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ. വൃദ്ധതയോട് നേത്രങ്ങളും വേർപെട്ട അർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കും എങ്ങൾക്കു തണ്ണീർക്കു പോയോ ഒരു പുത്രനും ഇന്നു മറന്നുകളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കായി. കാൽപ്പെരുമാറ്റം മദീയം തഥാ കേട്ടു താൽപര്യമോട് പറഞ്ഞു ജനകനും, വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാവിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിന്നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതുമൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ, കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറപ്പൊക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോട് വന്നേനിനി. ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയെന്നവലംബനം. ജന്തുവിഷയം കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാർ. പുത്രൻ ഇവിടെ കിടക്കുന്നിതു ഭവാൻ, തത്ര ഇവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്തതിദീനതയോട് മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചിടണം. തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം. പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്ന് മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിയിടിനാർ. വൃദ്ധ തപോധനൻ അന്നേരം എന്നോട് പുത്രശോകത്താൽ മരിക്കുന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഹാ ഗുണാംബുധേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവ നേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. നാരീജനവിലാപം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോട് മുഴറി സസംഭ്രമമന്തപ്പുരമകമ്പുക്കരുളി ചെയ്തു, തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നീടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകേ രാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതിവിദ്രുതം ചെന്നു ചൊൽകന്നയച്ചിടിനാൻ. സത്വരം കേകേ രാജ്യമകമ്പുക്കു നത്വാ യുധാജിത്തിനോട് ചൊല്ലിയിടിനാർ. കേൾക്ക നൃപേന്ദ്ര,
വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകെന്ന് ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരിപുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോദ്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകം ബുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുത്തായ ഗാഠമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കേ മുകർനാശു ചോദിച്ചിതു. ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറകനി. ഇത്തരം കൈകേയി ചൊന്ന നേരത്ത് അതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങു പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ. തൊൽപിതാവെന്നു കേട്ടു ഒരു ഭരതനും ക്ഷോണീതലെ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താത, ദുഃഖസമുദ്രേ നിയുജ്യമാം ഏതൊരു ദിക്കിനു പോയത് ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ. ഗുണനിധേ, ഞങ്ങൾക്കുമാരുടെയോരിനി ദൈവമേ. പുത്രൻ ഈ വണ്ണം കരയുന്നതു നേരെ മുത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ. ശ്രീരാമലക്ഷ്മണ രാമ രാമ രാമ. സീതേ ജനകസുതേതി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്ത് ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണമെന്നു പറഞ്ഞ് അഭിഷേകം മുടക്കിയേൻ. നിന്നോട് അതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടുവരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിവൻ തന്നോടിതുകാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം. പുക്കാനറികെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു, പൂജനായി വാഴ്ക, ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞത് കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയെന്നാധി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ, നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത്ത മഹാപാപി ജാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായിലോ. കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം. ഇത്തരം മാതരം ഭർസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. പാതേ നമസ്കരിച്ചു ഒരു ഭരതനെ മാതാവ് കൗസല്യയും പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിയിടിനാൾ. കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നിയാക്കിയിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും
ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോ. യുദ്ധം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസെ ആകായിത് കൊണ്ട് മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൽ കൈകേയിയാക്കിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല, രാഘവൻ തന്നാണ്. ഞാൻ അറിഞ്ഞത്രേ ഏതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠം ഉത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാര. കഥ കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോട് മൻപോടെഴുന്നള്ളി സന്താപമോട് തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും, ഖേദം മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തരാർദ്ധാസനം ദുർലഭം വൃത്രാരിമുഖ്യ ത്രിദശൗഖവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാംബുതൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമൻ അവ്യേനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗത്കാരണൻ ദേഹമധ്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈകാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ ദുഃഖേന കിംഫലം. പൃഥ്വിവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറത്തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ. സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ, തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തിയറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ടകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാഗുണവൈഭവങ്ങളും അന്തർമുതാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാഗ്ര ലഗ്നാംബുബിന്ദുവൽ സമ്പതിച്ചിടുമായു സതിനശ്വരം പ്രാക്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ ഔവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മ ഭേദങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യജനപദം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വൈനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരതം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തെക്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകൊല.